ഹല്ലേലൂയായിരുന്നു. എഫോസസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. According to Ephesians 6:12, we are not fighting against human enemies. Instead, we are fighting against the rulers and the powerful spirits that have authority over this dark world. We are fighting against the bad spirits who lives in the heavens. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനം നമുക്കെന്നും ദിവസവും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന കാര്യങ്ങളാണ്. പൗലോസ്ലീഹ ഇന്ന് ഈ ലോകത്തിന് നൽകുന്ന ഒരു മനോഹരമായ സന്ദേശമാണ്, ഒരു വചനമാണിത്. നീ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം മനുഷ്യനെതിരെയോ അല്ല നീ പടവെട്ടുന്നത്. മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില ആധിപത്യങ്ങളുണ്ട്, ചില പ്രഭുത്വങ്ങളുണ്ട്, ചില അന്ധകാര ശക്തികളുണ്ട്. ഇവയ്ക്കെതിരെയാണ് നീ പടവെട്ടേണ്ടത്. ഈ ഒരു ശക്തി ഒരു മനുഷ്യനിലൂടെ, ഒരു സമൂഹത്തിലൂടെ, ചില ആധിപത്യങ്ങളിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അന്ധകാര ലോകത്തെ നിയന്ത്രിക്കുന്ന, ചില മനുഷ്യനിലൂടെ തന്നെ നിയന്ത്രിക്കുന്ന ചില ആധിപത്യങ്ങളെ പറ്റി പൗലോസ്ലീഹ ഇവിടെ ഇന്ന് പറഞ്ഞു തരികയാണ്. പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഈ അന്ധകാര ലോകത്തില് ചില മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അവ ഒരു സമൂഹത്തെ തന്നെ, മാനവരാശിയെ തന്നെ പ്രത്യേകതരമായ ഒരു താല്പര്യത്തില്, ഒരു പക്ഷേ പൊളിറ്റിക്കായിരിക്കാം, ഒരു പക്ഷേ ചില ഭാവമേഖലകൾക്കായിരിക്കാം, നമ്മളെയൊക്കെ ആകർഷിക്കപ്പെട്ട് ആ പ്രഭുത്വത്തിനോ ആ ആധിപത്യങ്ങൾക്കോ ആകർഷിക്കപ്പെട്ട് ആ പാപമേഖലയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഒരുപക്ഷെ ഡ്രഗ്സിന്റെ അടിമയായിട്ടായിരിക്കാം, മദ്യപാനത്തിന്റെ അടിമയായിട്ടായിരിക്കാം, വ്യഭിചാര മേഖലയുള്ള അടിമകൾ ആയിട്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടായാലും ഇതെല്ലാം മനുഷ്യനിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ആ മനുഷ്യനെ നയിക്കുന്നത് ചില ആധിപത്യങ്ങളും ചില അന്ധകാര ശക്തികളും ഒക്കെയാണ്. എല്ലാ ദുശീലങ്ങളിലൂടെയും മനുഷ്യനെ പാപമേഖലയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടും. അങ്ങനെയുള്ള ആ അവസരങ്ങളിൽ മകളെ ദൈവം പറഞ്ഞു തരികയാണ്, നീ പടവെട്ടുന്നത് മനുഷ്യരോടല്ല. നിന്നെ ആകർഷിക്കുന്ന ഇങ്ങനത്തെ ശക്തികൾ നിന്റെ മുന്നേ വന്ന് വീഴുമ്പോൾ നീ ചിന്തിച്ചോണം, നീ നോക്കി നിൽക്കണം, നിന്നെ വിശ്വാസത്തിന്റെ തേരിൽ നീ കയറണം, നീ സുവിശേഷം എടുക്കണം, നീ ദൈവത്തിൽ ആശ്രയിക്കണം. നീ പടവെട്ടുന്നത് ഇന്ന ശക്തികൾക്കെതിരെയാണെന്ന് പൗലോസ്ലീഹ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ഈ ലോകത്തില് അനേകം ദുഷ്ടശക്തികളുണ്ട്. സ്വർഗീയ സ്ഥലങ്ങളിൽ പോലും നമ്മൾ ആത്മീയമായ മേഖലയിൽ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല മോശപ്പെട്ട ദുരാത്മാക്കളാൽ നമ്മളൊക്കെ വഴിതെറ്റിപ്പോയേക്കാം സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നീ നിൽക്കുമ്പോഴും, ഏത് അവസരത്തിൽ നിൽക്കുമ്പോഴും, ഒരുപക്ഷെ സന്തോഷത്തിലൂടെ നിന്നെ ആകർഷിക്കുന്നത്, നിന്നെ മറ്റു പല നിന്റെ ശരീരത്തിന്റെ, മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിന്നെ ആകർഷിക്കപ്പെടുന്ന ദുശീലങ്ങൾക്കായിരിക്കാം. ഇവരെല്ലാം എവിടെ നിന്നാലും ഈശോ ഇന്ന് നമ്മളോട് പൗലോസ്ലീഹായോട് പറഞ്ഞു തരുന്നു, നീ പടവെട്ടുന്നത് ഇന്ന ശക്തികൾക്കെതിരെയാണ്. അതുകൊണ്ട് നീ സത്യം കൊണ്ട് അരമ്പുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. സുവിശേഷമാകുന്ന ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യും. മറ്റൊന്നിലും ആശ്രയിക്കാതെ വിശ്വാസത്തിലും സുവിശേഷത്തിലും വചനമാകുന്ന ആത്മാവിന്റെ വാളുമൊക്കെ എടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ
നീ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾക്ക് നീ അടിമപ്പെടാതെ പോകും. ഈശോ ഇന്ന് നമ്മളോട് തരുന്ന ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഇനി ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മൾ അനുദപിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവയോർത്ത് അനുദപിച്ച് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം